ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം പൊട്ടുകയാണ്. പൊട്ടിക്കഴിയുമ്പോഴേക്കും ജാനകിക്കാണെങ്കിൽ തന്നെ അനാമികയോട് വെറുപ്പായി മാറുകയാണ്. നയനയാണ് കരൾ കൊടുത്തെന്ന് വിശേഷം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ജാനകിയും നയനയ്ക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. ദേവയാനിയാണെങ്കിൽ കുറേ സമ്മാനങ്ങളൊക്കെ നയനയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരിയിൽ നവ്യയുടെ 7ാം മാസ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് കേട്ടോ. 7ാം മാസത്തിന് പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കനയും ഗോവിന്ദനും ഒക്കെ വരുന്നുണ്ട്. നന്ദു വരുന്നുള്ളത് കാരണം തന്നെ അനാമിക അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. അനാമിക അവളുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, ഞാൻ പോവില്ല, ആ മൊട്ടേച്ചി അവൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ പോവില്ല, ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കാനേ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയുകയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അത് നേരാ, നമുക്ക് പോകേണ്ടതാണ്, പക്ഷേ അവളുമാരുടെ ആ ചടങ്ങിന് നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നത്? അപ്പോൾ ജാനകിക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനാണ് നമ്മുടെ അനാമിക വരാഞ്ഞിട്ട്. ജാനകി ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. രേവതിയും വേണുവിനെയും ഒക്കെ വിളിച്ച് പറയാണ്, എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ചടങ്ങിന് വരണം, അനാമിക മോളെയും കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അത് പിന്നെ മോശമാവും. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വല്ലാതെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും, അതുകൊണ്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് അവൾ വരുമോയെന്ന് എനിക്കറിയണം, അവൾ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ എത്തും, അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരാനും പോകുന്നില്ലെന്ന് പറയാം നന്ദുവിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ എല്ലാവരും വരുന്ന കൂടെ നന്ദു അവിടെ എത്തുകയാണ് കേട്ടോ. നന്ദു എത്തുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പക്ഷേ അതേസമയം ജാനകി പറയാണ്, ഇവളെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇവള് ചിക്ക ബോക്സ് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് ഇവളിങ്ങോട്ട് വന്നത്? പ്രസവത്തിന് പിടിയിലിന് നാശം പിടിച്ചവൾ കെട്ടി എഴുന്നള്ളിച്ച് വന്നിരിക്കുക. അതുകൊണ്ട് എൻ്റെ അനാമിക മോളാണെ വരികയില്ല, ഇവളുടെ നിഴൽ കണ്ട അവൾ വരില്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ജലജോട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ശരിയാ, അവൾ എന്തിനാണ് കെട്ടി എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വന്നത്? അവളുമാരുടെ ചേച്ചിമാർ എന്തായാലും അവളുമാരെ അങ്ങ് രണ്ടിനെയും കൊണ്ടുപോവുകയാണെങ്കിൽ രക്ഷപ്പെട്ടേനെ. ആ നവ്യെ കൊണ്ടുപോകുന്ന കൂടെ ആ നയനയും കൂടെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ കനക തീരുമാനിക്കുകയാണ് കേട്ടോ, ദേവയാനിയും നയനയും കൂടെയുള്ള ആ ഇഷ്ടത്തെക്കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ട് എങ്ങനെയും നയനയും കൂടി കൊണ്ടുപോകാമെന്ന്. അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശിനോടും ഒക്കെ ചോദിച്ച് അവരൊക്കെ സമ്മതിച്ചിരിക്കുകയാണ് നയനയെ കുറച്ച് നാൾ നന്ദാവനത്തിൽ കൊണ്ട് നിർത്താനായിട്ട്. എന്നാൽ ദേവയാനിക്കാണെങ്കിൽ യാതൊരു താല്പര്യമില്ല. ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ അവളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ആദർശൻ അവളെ കാണാതിരിക്കാൻ വയ്യെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് അവളെ കൊണ്ടുപോകുന്നത്? അപ്പോൾ കനക പറയാൻ, അതെ ദേവയാനി, ഞങ്ങൾ ആദർശനോട് ചോദിച്ചായിരുന്നു, അപ്പം മോൻ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോക്കോ, അതിനൊരു കുഴപ്പമില്ല, എത്ര ദിവസം വേണേലും അവിടെ നിന്നോട്ടേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇനി ആർക്കാ കുഴപ്പം? ആദർശമോൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നയനെ ഇവിടെ നിന്ന് പോകുന്നതിന്? അപ്പോൾ ദേവയാനി പറയാൻ, എനിക്കൊരു കുഴപ്പമില്ല, അവളെ എൻ്റെ കൺമുന്നിൽ കാണാതിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടെങ്കിലും പോകാൻ നേരം ഭയങ്കര വിഷമാവുകയാണ്. നയനയാണേലും യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അങ്ങനെ നവ്യയെ പ്രസവത്തിന് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുക. ആ സമയത്ത് കുറച്ച് ദിവസം നമ്മുടെ നയനെ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കുമേ. അങ്ങനെ അവരവിടെ പോയി കഴിയുമ്പം നമ്മുടെ അനാമിക ആകെപ്പാടെ ടെൻഷൻ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് വേണുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ദേ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവളുമാരൊക്കെ പോയി ഞാനിവിടെ എത്തി, പക്ഷേ ആ നന്ദു വന്നത് കണ്ടല്ലോ, ഇനിയിപ്പം അടുത്ത ട്രെയിനിങ്ങിന് അവൾ പോകും, അവൾ ട്രെയിനിങ്ങിന് പോയി അവൾ SI ആയി കഴിഞ്ഞാൽ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാൻ പോവുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെങ്ങനെയാണ് മോളെ, അവളൊരു SI ആയെന്ന് വെച്ച് നമ്മുടെ കള്ളത്തരങ്ങളെ പൊളിയുന്നത്? അച്ഛൻ ഇത്രയ്ക്ക് വിവരമില്ലാതായോ? അച്ഛന് കേസില്ലാത്ത ഏതെങ്കിലും സ്റ്റേഷനുണ്ടോ ഇവിടെ എങ്ങാനും? അവൾക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും പോസ്റ്റിംഗ് കിട്ടുകയാണെങ്കിൽ പിന്നെ തീർന്നു, അവൾ എല്ലാ കള്ളത്തരങ്ങളും അറിയും, നമ്മുടെ കേസുകളെല്ലാം അവൾ ചെകഞ്ഞെടുക്കും, പിന്നെ അനന്തപുരയുടെ നിഴലത്ത് പോലും എത്താൻ പറ്റില്ല. അപ്പോൾ വേണു പറയാം, അത് ശരിയാ മോളെ, എങ്ങനെയെങ്കിലും അവളൊന്ന് SI ആവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഇനി എന്ത് ചെയ്യാനാ? അവൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ സമയമാകുമ്പം അവൾ പോകും, ഒരെണ്ണം നമ്മൾ മുടക്കി വന്നതാ, ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അത് മുടക്കണം അച്ഛാ, ഇവിടെ ഇപ്പോൾ അനിയാണെങ്കിൽ പോലും അവൾക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ളതിനും അവളുടെ കാര്യങ്ങൾ ഓർത്തിട്ട് ഭയങ്കര സ്നേഹത്തോടെ ഇരിക്കുകയാണ് അവളോട്. ഇടയ്ക്കിടയ്ക്ക് അവൾ ഫോൺ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അവളൊരു SI ആയ അനി എന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കില്ല. അപ്പം വേണു പറയാണ്, അവൾ SI ആയാലല്ലേ അവളുടെ ട്രെയിനിങ് മുടക്കാവുന്നത്, ഞാൻ നോക്കട്ടെ. അപ്പോൾ അനാമിക പറയാം, ശരിയച്ചാ, എങ്ങനെയെങ്കിലും അത് മുടക്കണം, അതിനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലും കുഴപ്പമില്ല, ആ നവ്യയ്ക്കും നയനയ്ക്കും ഒക്കെ പണി കിട്ടണം എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇതിനൊക്കെ പണം വേണ്ടേ മോളെ, എവിടെ ഇരിക്കുന്ന പണം? അച്ഛൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് നിനക്ക് അറിയില്ലേ? അപ്പോൾ അനാമിക പറയുക, ഞാൻ കുറേ പണം എൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റ് കൊണ്ട് തന്നത് അച്ഛൻ കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കി വിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ആവരുതെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ നിന്ന് കുറേ സ്വർണ്ണം അടിച്ചു മാറ്റി തരാം.
അതും കൊണ്ട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ഭംഗിയായിട്ട് നടത്തണം എന്ന് പറയണം. അപ്പോൾ വേണു അത് ഓക്കെ പറയാം. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, നയന ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത സമയം, അതുകൊണ്ട് മോഷണമൊക്കെ നടത്താൻ കുറച്ച് ശ്രദ്ധിച്ചാൽ CCTV ക്യാമറയൊന്നും റൂമിൻ്റെ അകത്തില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നയനയുടെ റൂമിൽ കയറി അവൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്ത കുറേ സ്വർണ്ണമുണ്ട്, അതൊക്കെ അങ്ങ് അടിച്ചു മാറ്റി അച്ഛന് ഞാൻ തരാം. തൽക്കാലം കള്ളൻ ആരാണെന്നുള്ള കാര്യം പിടികിട്ടില്ല, ഇവിടെ ആരും എന്നെ സംശയിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, ശരിയാ മോളെ, നയന വീട്ടിലേക്ക് പോയ സമയത്ത് ആ സ്വർണം കൂടി അവൾ കൊണ്ടുപോയി അവളുടെ വീട്ടിൽ കൊടുത്തെന്ന് നമുക്ക് പറയാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയാം. അങ്ങനെ അനാമിക തീരുമാനിക്കുകയാണ് കേട്ടോ, രാത്രിയിൽ നയനയുടെ മുറിയിൽ കയറി മോഷ്ടിക്കാൻ. അങ്ങനെ നയനയുടെ മുറിയിൽ കയറിയിട്ട് അനാമിക മോഷ്ടിക്കുകയാണ്. നയനയുടെ അലമാരിയിലിരിക്കുന്ന സ്വർണ്ണം എല്ലാം എടുത്തിട്ട് ഒരു ബാഗിലൊക്കെ ആക്കിയിട്ട് അനാമിക അത് വേണുവിനെ രാത്രിയിൽ വിളിച്ചു വരുത്തി കൊടുക്കുകയാണ്. സ്വർണ്ണമൊക്കെ എടുത്തു കഴിയുമ്പം വേണുവിനെ വിളിക്കുന്നുണ്ട്, അച്ഛാ ഇന്ന് രാത്രി ഒരു 12 മണി കഴിയുമ്പം താഴെ വരണം, അത് വണ്ടിയിലൊന്നും വരരുത്, സെക്യൂരിറ്റിയും കാണരുത്, ഞാൻ ആരും കാണാതെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പം ആ സ്വർണ്ണം കൊണ്ടുവന്ന് താഴെ തന്ന് വിടാം, അത് വിറ്റിട്ട് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഈ അനന്തപുരിയിൽ നിൽക്കാനേ പറ്റില്ല, അവളുമാരെല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ശരിയാ മോളെ, നീ എടുത്തു വയ്ക്കേ, ഞാൻ വരാമെന്ന് പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, അച്ഛൻ രാത്രി 12 മണി കഴിയുമ്പോൾ തന്നെ ഇവിടെ എത്തണം, ഞാൻ സിഗ്നൽ തരാം, അച്ഛനെ വിളിക്കുകയും ചെയ്യാം, അപ്പോൾ അങ്ങ് കയറി വന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ എല്ലാം സെറ്റപ്പാക്കി സ്വർണ്ണമൊക്കെ എടുത്ത് ബാഗിലാക്കിയൊക്കെ വച്ചിരിക്കുകയാണ് അനാമിക. ആ സമയത്ത് ദേവയാനിയാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ നയനയില്ലാത്തതിൻ്റെ വിഷമമാണ് ദേവയാനിക്ക്. ദേവയാനി പറയുന്നുണ്ട്, ഷോ നയന ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുക. എന്നിട്ട് പറയുന്നുണ്ട് ജയനോട്, ജയേട്ടാ അവൾ പോകണ്ടായിരുന്നു, അവൾ എന്തിനാ ഇപ്പോൾ പോയത്, ആദർശന് വിഷമമായി കാണും, അവനിപ്പം ഉറങ്ങുന്ന പോലും ഉണ്ടാവില്ല, അവളോട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, അത് കേൾക്കാതെ പോയി, അതുപോലെ തന്നെ എല്ലാവരും കൂടെ സപ്പോർട്ട്, അവൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും ജയൻ പറയാണ്, അവൾ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുന്നതിന് നിനക്ക് ഇത്രയും വിഷമോ, അവളുടെ നിഴൽ പോലും കാണണ്ടെന്ന് പറഞ്ഞതല്ലേ നീ, അവൾ പോയി അവിടെ നിൽക്കട്ടെ, അതിന് ആദർശന് കുഴപ്പമില്ല, പിന്നെ നിനക്കെന്താ കുഴപ്പം, എൻ്റെ ദേവയാനി നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടാതെ എന്ന് പറയാണ്. ഉറക്കം വരാതെ ദേവയാനി പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് നോക്കി അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ദേവയാനിക്ക്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ അനാമിക ഈ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് വേണുവിനെ വിളിച്ചു വരുത്തി താഴെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വേണുവിന് കൊടുത്തിട്ട് പോരുവാണ് കയറി. ഇതൊക്കെ നമ്മുടെ ദേവയാനി കാണുന്നുണ്ട്. ദേവയാനിക്ക് അത് മനസ്സിലാവുന്നില്ല കേട്ടോ, എന്താ കാര്യം എന്നുള്ളത്. എങ്ങനെയാ ചോദിക്കുക, വേണു തന്നെയാണ് വന്നിരിക്കുന്നത് എന്നൊന്നും ദേവയാനിക്ക് അറിയില്ല. അനാമികയാണെങ്കിൽ ഇത് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. അനാമിക കയറി വരുമ്പോഴേ ദേവയാനി ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ, നീ എന്തിനാ താഴേക്ക് പോയത്? അപ്പോൾ അനാമിക പറയാണ്, അത് വെറുതെ ഇരുന്നിട്ട് ഭയങ്കര ചൂട്, മുറിയിൽ കിടന്നുറങ്ങാനേ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വെളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടന്നതാ. ഈ 12 മണി കഴിഞ്ഞപ്പം നീ എന്തിനാ വെളിയിലിറങ്ങി നടന്നത്? നിൻ്റെ മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ലേ? പിന്നെന്താ നിനക്ക് ഇത്ര ചൂട്? അതല്ല, എന്നാലും AC ഞാൻ ഓഫാക്കി, അതുകൊണ്ടാ എന്ന് പറയാണ്. അത് കഴിയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതിന് നീ താഴെ പോയി ആരാണ്ടോടോ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയല്ലോ. അപ്പം അനാമിക പറയാണ്, ഏയ് ഞാൻ സംസാരിച്ചൊന്നുമില്ല, ഞാനൊരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ അങ്ങ് നടന്നതാ, അത് വല്യമ്മയ്ക്ക് സംസാരിക്കുന്നതായിട്ട് തോന്നിയതാ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, ശരി ശരി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് സംഗതി എന്തോ പിടികിട്ടുന്നുണ്ട്, അനാമിക എന്തോ കള്ളത്തരം ഒപ്പിച്ചെന്നുള്ള വിവരം. അങ്ങനെ അനാമിക മാറി നിന്നിട്ട് വേണുവിനെ വീണ്ടും ഫോൺ വിളിക്കുകയാണ്. വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ പണം സുരക്ഷിതമായിട്ട് തന്നെ കൊണ്ടുപോകണം, നഷ്ടപ്പെടുത്തരുത് ആ സ്വർണം, കാരണം ആ നയനയുടെ മുറിയിൽ നിന്ന് അത്രയും റിസ്ക് എടുത്ത് ഞാൻ ചെയ്ത കാര്യമാണ്, ഇനി ഈ കളത്തരെല്ലാം അവളുടെ തലയിൽ തന്നെ വെച്ച് കെട്ടണം, അതും ഒരു വലിയ പണി തന്നെയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് രാവിലെ തന്നെ കൊണ്ടുപോയി മൂർത്തീസ് ജ്വല്ലറിയുമായി ബന്ധമില്ലാത്ത എവിടെയെങ്കിലും കൊടുത്ത് പണമാക്കണം, എന്നിട്ടൊരു കൊട്ടേഷൻ തന്നെ കൊടുത്തു ആ നന്ദുവിന്, കൂടെ ആ നയനയ്ക്കും നവ്യയ്ക്കും കൂടെ കൊടുത്തു, എല്ലാവർക്കും ഒരു പണി കൊടുക്കണം, എനിക്കൊരു മനസ്സമാധാനവും ഇല്ല എന്നൊക്കെ അനാമിക പറയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദേവയാനി കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഞെട്ടിപ്പോവാണ്. നയനയുടെ മുറിയിൽ നിന്ന് സ്വർണ്ണം എടുത്തിട്ട് പോയിട്ട് അവിടെ കൊണ്ട് കൊടുക്കുമോ, എന്നിട്ട് അവർക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുമോ, നന്ദുവിനെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ പറയുന്നത് ദേവയാനി കേൾക്കുകയാണ്. അപ്പോൾ ദേവയാനി മാറുന്നിട്ട് പറയാണ്, ഇവള് ഇത്തരക്കാരിയായിരുന്നു, നയനയുടെ മുറിയിലുണ്ടായിരുന്ന സ്വർണ്ണമാണോ ഇവൾ അടിച്ചു മാറ്റിയത്, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ, എന്തായാലും ഞാനൊന്നും ചോദിക്കുന്നില്ല, കരുതിയിരിക്കണം, നന്ദുവിനെയും നയനെയും നവ്യയൊക്കെ അപായപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഇവള്, അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്, അനാമികയും അവളുടെ കുടുംബക്കാരും അത്ര നല്ല ആൾക്കാരാണെന്നൊന്നും തോന്നുന്നില്ല
എന്നൊക്കെ ഇങ്ങനെ ദേവയാനി വിചാരിക്കുകയാണ്. അതൊക്കെ കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം നയന തിരിച്ചു വരുന്നൊക്കെയുണ്ട്. നയന തിരിച്ചു വന്നു കഴിയുമ്പം നയനയുടെ ലോക്കറിൽ നോക്കുമ്പം പണമൊന്നുമില്ല, സ്വർണവും ഇല്ല. അപ്പോഴേക്കും നയന അവിടെ വന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ എൻ്റെ അലമാരിയിലിരുന്ന സ്വർണ്ണമൊക്കെ അമ്മയെങ്ങാനും എടുത്തായിരുന്നോ? അപ്പോൾ ദേവയാനി പറയാം, ഇല്ല ഞാനൊന്നും എടുത്തില്ല. അല്ല, എൻ്റെ അലമാരിയിലിരുന്ന സ്വർണ്ണം ഒന്നും കാണുന്നില്ല. അന്ന് എനിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് തന്ന സ്വർണ്ണമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരെണ്ണം പോലും ഇല്ലമ്മേ, എങ്ങനെ അത് നഷ്ടപ്പെട്ടു? അപ്പോൾ ദേവയാനി പറയാണ്, അത് നഷ്ടപ്പെട്ടോ? അപ്പോൾ ദേവയാനിക്ക് കാര്യം പിടികിട്ടുകയാണ്. ദേവയാനി ആലോചിക്കുകയാണ് കേട്ടോ, നമ്മുടെ അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സ്വർണം വിറ്റ് കാശാക്കണം എന്നും അതുകൊണ്ട് കൊട്ടേഷൻ കൊടുക്കണം എന്നും ഒക്കെ. അപ്പോൾ ദേവയാനിക്ക് ഏകദേശം ബോധ്യമാകുകയാണ് കേട്ടോ, അനാമിക അവിടെ താഴെ വേണുവിൻ്റെ കയ്യിൽ നയനയുടെ മുറി ഇരുന്ന സ്വർണ്ണമാണ് എടുത്തുകൊണ്ട് കൊടുത്തതെന്നുള്ള കാര്യം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇവിടെയുള്ള ചില കള്ളന്മാർ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അനാമികയെ വിളിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനാമികയെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ വല്യമ്മേ? അത് നീ നയനയുടെ മുറിയിൽ നിന്ന് സ്വർണ്ണം എടുത്തിരുന്നോ? അപ്പോൾ അനാമിക പറയാം, എന്താ വല്യമ്മേ എന്നോട് ഈ വാക്ക് ചോദിക്കുന്നത്? ഞാൻ അവളുടെ മുറിയിൽ കയറി അവളുടെ അലമാരി തുറന്ന് സ്വർണ്ണം എടുക്കാനോ? ഇത് വല്ല നടക്കുന്ന കാര്യമാണോ ഇവിടെ? വെറുതെ എൻ്റെ തലയിൽ വെക്കരുത്. എന്താ ഇപ്പോൾ സ്വർണ്ണം വീണ്ടും കാണാതെ പോയോ? അപ്പോഴേക്ക് ജാനകി പറയാ, എന്താ ഇടത്തി ഇത്? എന്ത് കാര്യമുണ്ടെങ്കിലും അനാമിക മോളെ വിളിച്ച് ചോദിക്കുന്നത്? അവൾ ഇത്രയും തരംതാണ പ്രവൃത്തികൾ ചെയ്യുമോ? എൻ്റെ മോൾക്ക് സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾക്ക് അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും ആവശ്യത്തിന് സ്വർണം വാങ്ങി കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ വന്നപ്പം ഏടത്തി കൊടുത്ത സ്വർണവും അച്ഛനും അമ്മയും കൊടുത്ത സ്വർണവും എല്ലാം ഉണ്ട്. പിന്നെ അവൾ എന്തിനാ നയനയുടെ സ്വർണം എടുക്കുന്നത്? നയന ഇവിടുന്ന് പോയപ്പം പിന്നെ നയനയുടെ സ്വർണ്ണം അവളെടുത്തെന്ന് ഇവള് വെറുതെ പറയുന്നതാ. ഇവളൊരു പെരും കള്ളിയാണ് ഇപ്പോൾ ഈ നയന വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നയന പറയാണ്, അത് ഇളയമ്മ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കേണ്ട. സ്വർണം കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് അനാമിക എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ കയ്യിൽ അതിനൊരു തെളിവും ഇല്ല താനും. അപ്പം ജാനകി പറയുന്നുണ്ട്, തെളിവൊന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്? അപ്പോൾ പറയാണ്, ആരാ എടുത്തതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, എനിക്ക് അനാമികയെ തന്നെയാണ് സംശയം എന്ന് പറയണം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇത് നല്ല കൂത്ത്. നയന പോയപ്പം ആ സ്വർണം കൊണ്ടായിരിക്കും പോയത്. അവളുടെ വീട്ടിൽ കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുത്തു കാണും. ഇനി ചേച്ചിയുടെ പ്രസവവും കാര്യങ്ങളും ഒക്കെ അല്ലേ വരുന്നത്, ഒരുപാട് ചിലവുകളൊക്കെ ഇല്ലേ, അതിനു വേണ്ടി ഇവളത് കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ നയന പറയുന്നുണ്ട്, അനാമികയെ ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല. എൻ്റെ അമ്മയ്ക്കും അച്ഛനും മക്കളുടെ കാര്യം നോക്കാൻ അറിയാം. വലിയ ആഡംബരമില്ലാതെയാണെങ്കിലും അവർ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുകയും ചെയ്യും. അനന്തപുരിയിലെ സ്വത്തോ സ്വർണ്ണോ ഒന്നും അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് കാര്യങ്ങൾ നടത്തണ്ട. അവരതൊന്നും സ്വീകരിക്കുകയില്ല. അത് നീ മനസ്സിലാക്കിക്കോ. അപ്പോൾ ദേവയാനി പറയാണ്, അനാമിക അനാവശ്യമൊന്നും പറയണ്ട കേട്ടോ. നയനയുടെ വീട്ടുകാരൊന്നും സ്വർണ്ണമൊന്നും ഇവിടുന്ന് കൊണ്ടുപോയിട്ടൊന്നുമില്ല. എനിക്ക് അനാമികയെ തന്നെയാണ് സംശയം എന്ന് പറയാം. അപ്പോൾ ജലജ വരുന്നുണ്ട്. ജലജ ചോദിക്കുക, ഓ നന്നായി, ഈ പ്രാവശ്യം എന്നെ അഭിയൻ സംശയമില്ലല്ലോ. എല്ലാ പ്രാവശ്യവും ഏടത്തേക്ക് സംശയം എന്നെയാ. ഞാനാണ് ഇവിടെ നടക്കുന്ന ഓരോ കള്ളത്തരങ്ങളും ചെയ്യുന്നതെന്നാണ് ഏടത്തി പറയുന്നത്. ഈ പ്രാവശ്യമെങ്കിലും അതൊന്ന് മാറ്റിപ്പിടിച്ചല്ലോ. അപ്പോഴേക്കും അനാമിക പറയാണ്, കണ്ടില്ലേ അമ്മേ, എൻ്റെ തലയിലല്ലേ ഈ കുറ്റങ്ങളൊക്കെ വരുന്നത്. ഇവളുമാർ കാരണം ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ ഇവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എൻ്റെ തലയിലല്ലേ കുറ്റം വരുന്നത്. ഇവർ മൂലം ഞാൻ എന്തെല്ലാം ചീത്ത കേട്ടിട്ടുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിയും അനിയും ഒക്കെ എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദർശേട്ടൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്നെയാണല്ലോ. ഞാനിവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. വെറുതെ ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദേവയാനി പറയാണ്, അതെ, കാര്യം ചോദിക്കുമ്പോൾ അനാമിക ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നയനയുടെ മുറിയിൽ സ്വർണ്ണം ഇല്ലെന്നുള്ള കാര്യം സത്യമാണേ. ഇവിടെയുള്ള ആരോ ആണ് ആ സ്വർണ്ണം മാറ്റിയിരിക്കുന്നത്. അല്ലാതെ നയന അത് വീട്ടിലൊന്നും കൊണ്ട് കൊടുത്തിട്ടില്ല. ഞാൻ അനാമികയോട് ഒരു സംശയത്തിൻ്റെ പുറത്താണ് ചോദിച്ചത്. അന്ന് ഞാൻ ബാൽക്കണിയിൽ നിന്നപ്പം കണ്ടിരുന്നു അനാമിക ഒരു ബാഗിൽ കൊണ്ടുപോയി താഴെ ആർക്കോ എന്തോ കൊടുക്കുന്നത്. അപ്പം ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് ചൂടായത് കാരണം നടക്കാൻ ഇറങ്ങിയതാണെന്നാണ്. പക്ഷേ ഞാനതൊന്നും വിശ്വസിച്ചില്ല. പിന്നെ എനിക്ക് പിന്നെയും തെളിവ് കിട്ടി. അത് കഴിഞ്ഞ് നീ മാറി നിന്ന് നിൻ്റെ അച്ഛനെ വിളിക്കുന്നത് ഞാൻ കേട്ടു. തന്ന പണവും സ്വർണ്ണമൊക്കെ ഉപയോഗിച്ച് ആർക്കെതിരെയൊക്കെയോ കൊട്ടേഷൻ കൊടുക്കണമെന്ന്. അത് നന്ദുവിനെതിരെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്നിട്ടും ഞാൻ നിന്നോട് ചോദിക്കാതിരുന്നത് എൻ്റെ മാന്യതയാണ്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, ആരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം നയന വന്ന് അവളുടെ അലമാരിയിൽ നോക്കിയപ്പം അവളുടെ സ്വർണ്ണമൊന്നുമില്ല, അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പം നീ അല്ലാതെ പിന്നെ ആരാ എടുത്തത്? നീ തന്നെയാണ് എടുത്തതെന്നുള്ളതിന് 100% ഉറപ്പുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ജാനകി പറയാം, എടുത്തി എന്താ പറയുന്നത്? അനാമിക എടുത്തെന്നുള്ളതിന് എന്താ തെളിവ്? ഇതിലപ്പുറം തെളിവൊന്നും വേണ്ട ജാനകി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമല്ലോ. ഇവളിവിടുന്ന് 12 മണിക്ക് ശേഷം ബാഗിലാക്കി കൊണ്ട് അവളുടെ അച്ഛന് കൊടുത്തു വിട്ടത് സ്വർണ്ണമല്ലേ? അത് കഴിഞ്ഞ് അത് വിളിച്ച് പറഞ്ഞ് കാര്യം പറയുന്നതൊക്കെ ഞാൻ കേട്ടതാണ്.
ഇതിൽ കൂടുതൽ ഒരു തെളിവ് എനിക്ക് വേണ്ട. അനാമിക തന്നെയാണ് നയനയുടെ സ്വർണ്ണം എടുത്തത്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അനാമിക നീയാണോ അത് ചെയ്തത്? നയനമോക്ക് ഞാനും മുത്തശ്ശനും കൂടെ ഒരു സമ്മാനമായിട്ട് കൊടുത്ത സ്വർണ്ണമായിരുന്നു അത്. ആ കുട്ടി അതൊന്നും അണിയുന്നില്ലെങ്കിലും അത് സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അത് ഈ അനന്തപുരിയിലെ സ്വത്താണ്. അത് മോഷ്ടിച്ച് നിന്റെ അച്ഛന് കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നി അനാമികെ? എന്തിനാ നീ അത് ചെയ്തത്? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കായിരുന്നല്ലോ. അത്യാവശ്യത്തിന് ആരും നിനക്ക് തരില്ലായിരുന്നോ? പിന്നെ മോഷ്ടിച്ചെടുത്ത് നിന്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടതിൻ്റെ കാര്യം എന്നാ? അപ്പോൾ പെട്ടെന്ന് തന്നെ അനാമിക അങ്ങ് പ്ലേറ്റ് മറക്കുകയാണ്. അനാമിക പറയാണ്, അത് മുത്തശ്ശി, പിന്നെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. നയനയുടെ റൂമിലുള്ള സ്വർണം തന്നെയാണ് ഞാൻ എടുത്തത്. അത് ഈ കുടുംബത്തിലെ സ്വർണം തന്നെയാണെന്ന് ഇപ്പം മുത്തശ്ശി പറഞ്ഞില്ലേ? അനന്തപുരിയിൽ എല്ലാവർക്കും അവകാശപ്പെട്ട സ്വർണ്ണമാണ്. അപ്പോൾ അത് എനിക്കും അവകാശമില്ലേ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ സഹായിക്കണ്ടേ? ഓഹോ, അപ്പം നിനക്ക് കൂടി അവകാശപ്പെട്ട സ്വർണ്ണമാണ് അതെന്ന് വിചാരിച്ചിട്ടാണ് നീ അത് എടുത്തോണ്ട് പോയത് അല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അതെ, തീർച്ചയായും മുത്തശ്ശിയും മുത്തശ്ശനും കൊടുത്തതല്ലേ നയനയ്ക്ക്. അത് ഈ കുടുംബത്തിലെ എല്ലാ അനന്തരാവകാശികൾക്കും കിട്ടേണ്ട സ്വർണം തന്നെയാണ്. അങ്ങനെ അവൾ തന്നെ വെച്ച് സൂഹിക്കേണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നു. അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്. അവർ വേറെ ആരോട് ചോദിക്കാനാ? എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ നയനയുടെ മുറിയിലിരുന്ന സ്വർണ്ണം എടുത്തു കൊടുത്തു. അത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തിട്ട് കാര്യം സാധിക്കാൻ. അതെനിക്ക് പറ്റിപ്പോയ തെറ്റാണ്. ഞാനിവിടെ ആരോടും അത് ചോദിച്ചില്ല എന്നുള്ളത്. എനിക്ക് കൂടി അവകാശം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനത് ചെയ്തത്. അപ്പം ദേവയാനി പറയാണ്, ഇനി ഒരക്ഷരം നീ മിണ്ടരുതടി. നീ എന്താ വിചാരിച്ചത്? നീ ഇങ്ങനെ നാക്കുകൊണ്ട് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കുമ്പം ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നോ? നീ നയനയുടെ മുറി കയറി മോഷ്ടിച്ച് നിന്റെ അച്ഛന് കൊടുത്തു വിട്ടിട്ട് ഇപ്പം വീണെടുത്ത് കിടന്ന് ഉരുളുന്നോ? നിന്റെ അച്ഛന് സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ അനന്തപുരിക്കാരത് വീട്ടിക്കോളാമെന്നൊന്നും ഏറ്റിട്ടില്ല. ഏറ്റിട്ടുണ്ടെങ്കിലും എൻ്റെ മരുമോളുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയിട്ട് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നീ, കേട്ടോ? പിന്നെ നീ എന്തിനാ ചെയ്തത്? എന്നിട്ടിപ്പോൾ ഒരു നല്ല പിള്ള ചമയലോ അല്ലേ? അപ്പോൾ ജാനകി ചോദിക്കുകയാണ് അനാമികയോട്, നീ ഇങ്ങനെ ചെയ്തോ മോളെ? നീ നയനയുടെ മുറി കയറി സ്വർണ്ണം എടുത്ത് നിന്റെ അച്ഛന് കൊടുത്തോ? അപ്പോൾ അനാമിക പറയാണ്, അങ്ങനെ പറ്റിപ്പോയമേ, ഞാൻ വിചാരിച്ചതൊന്നുമല്ല. പെട്ടെന്ന് അത്യാവശ്യം അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങനെ ചെയ്തു. എന്നാലും അനാമികെ, നീ അത് ചെയ്യരുതായിരുന്നു. നീ അത് ചെയ്തെങ്കിൽ നയനയോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യായിരുന്നു. ഇല്ല, എന്നോടെങ്കിലും ചോദിക്കായിരുന്നു. നീ എന്താ ചോദിക്കാതിരുന്നത്? നിന്റെ അച്ഛന് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അനന്തപുരി പറഞ്ഞ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ പറഞ്ഞ കുറച്ച് പണം തരില്ലേ? അവരുടെ അത്യാവശ്യങ്ങൾക്കുള്ള പണം ഇവിടെ നിന്ന് പണമായിട്ട് തന്നെ തന്നേനല്ലോ. പിന്നെ നീ എന്തിനാ ഈ കള്ളത്തരം കാണിച്ച അനാമികെ? ഇതൊക്കെ ശരിയായ നടപടിയൊന്നുമല്ല. ഇക്കാര്യത്തിൽ ഞാൻ ഏടത്തിയോടൊപ്പാ എന്ന് പറയാണ് ജാനകി. അപ്പോൾ അനാമികയ്ക്ക് ആകപ്പാടെ ദേഷ്യം വന്നങ്ങ് മാറിപ്പോവാണ് കേട്ടോ. എന്നിട്ട് നയനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നയനെ, അവളിത് എടുത്തോണ്ട് പോയി. ആ കാര്യത്തിൽ നീ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല. നിൻ്റെ സ്വർണ്ണം അല്ലേ 100 പവൻ അവൾ കൊണ്ടുപോയെങ്കിൽ നിനക്ക് വേറെ ഒരു 100 പവൻ കൂടി ഞാൻ തരും എന്നിങ്ങനെ പറയാണ്. അവിടെയാണ് പിന്നെ സ്വർണ്ണം ഒഴുകി നടക്കുന്നത് കാരണം ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ളപ്പം 100 പവൻ വീതം കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ദേവയാനി പോയിട്ട് കുറേ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ദേവയാനിയുടെ. എങ്ങനെ ഇതൊക്കെ നയനയ്ക്ക് കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ദേവയാനി കുറേ നാളായിട്ട്. കരൾ കിട്ടിയപ്പോൾ തൊട്ട് ഇതെല്ലാം നയനയ്ക്ക് അങ്ങ് കൊടുക്കണം എന്നുള്ള ചിന്ത. അതെന്തായാലും ഇവിടെ വെച്ചായിക്കോട്ടെ, എല്ലാവരുടെ മുമ്പിൽ വെച്ചങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ജലജയും ജാനകിയും അനാമികയും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. കുറേ സ്വർണ്ണം ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്കുള്ളതാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട അമ്മയെന്ന് പറയുക. അതൊക്കെ കഴിയുമ്പോഴേക്കും ജാനകി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ജാനകിക്കും സന്തോഷമാണ് നയനയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ. എന്നിട്ട് ആ സ്വർണ്ണം മുഴുവൻ നയനയുടെ നേരെ നീട്ടിട്ട് പറയാണ്, ദേ ഇതൊരു 100 പവനുണ്ട്. അവൾ നിൻ്റെ ഒരു 100 പവൻ മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ അതിന് പകരം നിനക്ക് ഞാൻ തരികയാണിത്. അതുകൊണ്ട് നീ ഇത് സൂക്ഷിച്ചു വെച്ചു. മോക്ക് തരണമെന്ന് ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാ. പല കാരണം കൊണ്ട് അത് തരാൻ പറ്റിയില്ല. ഇതെല്ലാം അനാമികയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ ചിന്തിച്ചതാ. പക്ഷേ ഇപ്പം അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തി എന്ന് പറഞ്ഞ് ദേവയാനി അത് കൊടുക്കുകയാണ് നയനയ്ക്ക്. അപ്പോൾ മുത്തശ്ശിക്കും അതുപോലെ തന്നെ മുത്തശ്ശനും ജാനകിക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. ജാനകിയും പറയാണ്, നൈനെ സോറി കേട്ടോ, നിൻ്റെ മുറിയിലെ സ്വർണം അനാമിക എടുത്തുകൊണ്ട് പോയത് അവളുടെ വിവരക്കേടാണ്. അതുകൊണ്ട് നീ അവളോട് ക്ഷമിക്കണം. ഈ സ്വർണ്ണമെല്ലാം ഇടത്തി നിനക്ക് തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാനകി സന്തോഷത്തോടു കൂടി ആ സ്വർണ്ണമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നയനയ്ക്ക്. അതിനൊക്കെ ശേഷം നേരെ ദേവയാനി പോവുകയാണ്. ദേവയാനി പോയിട്ട് ദേവയാനിയുടെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട് ദേവയാനിയെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അസുഖങ്ങളൊക്കെ മാറിയോ ദേവയാനി എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അസുഖമൊക്കെ മാറി, ഇപ്പം മനസ്സിനൊക്കെ നല്ല സന്തോഷമുണ്ടെന്ന് പറയാം. അപ്പോൾ കൂട്ടുകാരി ചോദിക്കുക, അതെന്താ ഇത്ര സന്തോഷം? നിനക്ക് എപ്പോഴും നിൻ്റെ മരുമകളോട് ദേഷ്യമായിരുന്നില്ലേ? ഇപ്പം അതൊക്കെ മാറിയോ?
അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് അതെല്ലാം മാറി. നിനക്കറിയോ, എൻ്റെ ജീവൻ രക്ഷിച്ചത് നയനയാണ്, എനിക്ക് കരൾ തന്നത് നയനയാണ്. ഞാനന്ന് നിന്നോട് പറഞ്ഞില്ലേ, കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്തണം, ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നൊക്കെ. അത് നയനയാണ്, എൻ്റെ മരുമകൾ, അവളാണ് അത് ചെയ്തത്. എനിക്കിപ്പോൾ അവളെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും പറ്റുന്നില്ല. അവൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. വന്ന കാലം തൊട്ട് അവളോട് ഞാൻ ചെയ്ത തെറ്റിനെല്ലാം ഒരു പ്രായശ്ചിത്തം പോലെ ഒക്കെ ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ദേവയാനി പറയുകയാണ് കൂട്ടുകാരിയോട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജാനകി മുറുക്കി വെളിയിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനകി ശരിക്കും ഞെട്ടിപ്പോവാണ് കേട്ടോ. നയനയാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരം ദേവയാനി വിളിച്ചു പറയുന്നത് ജാനകി കേൾക്കുകയാണ്. ഫോൺ വെച്ച് കഴിയുമ്പോൾ ജാനകി ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഏടത്തി, ഈ കേട്ടത് സത്യമാണോ? എന്താ നീ കേട്ടത് ജാനകി? അല്ല, ഏടത്തി വിളിച്ച് പറയുന്നത് കേട്ടോ, നയനയാണ് ഏടത്തിക്ക് കരൾ തന്നതെന്ന്. അപ്പം ദേവയാനി പറയാണ്, അതെ, നയന മോളാണ് എനിക്ക് കരൾ തന്നത്. ഞാനത് അറിയാൻ വൈകിപ്പോയി. ഇവരെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചെങ്കിലും കുറേ നാളായി ഞാനത് അറിഞ്ഞിട്ട്. പിന്നെ അത് ആരോട് പറയേണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചതാണെന്ന് പറയാണ്. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ജാനകി നയനമോൾക്കൊരു നല്ല മനസ്സാണുള്ളത്. അത് ഞാൻ അറിയാനായിട്ട് വൈകിപ്പോയി എന്നൊക്കെ പറയുമ്പം ജാനകി പറയാം, ശരി ഏടത്തി, നയനമോളെ അങ്ങനെ ചെയ്യുള്ളൂ. അവളെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഏടത്തിയൊക്കെ അവളെ കുറ്റപ്പെടുത്തപ്പോഴും എനിക്ക് അവളെ അറിയായിരുന്നു, അവളുടെ മനസ്സറിയായിരുന്നു. പക്ഷേ ഞാൻ അനാമികയെ അന്ധമായിട്ട് സ്നേഹിച്ചു പോയി. അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധം ഒരു പ്രശ്നമായി വന്നപ്പോൾ ഞാൻ നവ്യയും നയനയൊക്കെ അങ്ങ് വെറുക്കുമായിരുന്നു. പക്ഷേ നയന നല്ലവളാണ്, അവളുടെ മനസ്സ് നല്ലതാണ്, അതെനിക്ക് മനസ്സിലായി ഏടത്തി. ഇപ്പോഴും അനാമിക അവളുടെ സ്വർണം മോഷ്ടിച്ചിട്ടും അവൾ അനാമികയോടും ക്ഷമിച്ചല്ലോ. എനിക്ക് മനസ്സിലായി ഏടത്തി നയനയുടെ നന്മ എന്നൊക്കെ ദേവയാനിയോട് പറയാണ് കേട്ടോ ജലജ. അങ്ങനെ ആ കളങ്ങളൊക്കെ പൊളിയാണ്. പിന്നെ ഇനി ജലജയും അനാമികയും തമ്മിൽ യുദ്ധങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്